Problem: obtain Lorentz series of f of z equal to 12 by z into 2 minus z into 1 plus z. അപ്പോൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് മേളിൽ കാണുന്ന സീരീസ് വേണം. അതിൽ മെയിനായിട്ടും വേണ്ടത് 1/1 മൈനസ് സെഡും 1/1 പ്ലസ് സെഡും ആണ്. അത് എക്സ്പാൻഷൻ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി ഇതിനൊക്കെ എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ 1/1 മൈനസ് സെഡിൻ്റെ എക്സ്പാൻഷൻ വരണമെങ്കിൽ സെഡിൻ്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കണം. അതുമാതിരി 1/1 പ്ലസ് സെഡിൻ്റെ എക്സ്പാൻഷൻ കിട്ടാൻ അതുപോലെ തന്നെ മോഡ് സെഡിൽ ലെസ് ദാൻ 1 ആയിരിക്കണം. ഇനി നമുക്ക് 1/1 മൈനസ് സെഡിൻ്റെ സ്ഥാനത്ത് 1/z ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സീരീസ് എല്ലാം 1/z എന്ന് മാറ്റിയാൽ മതി. അതായത് ഇപ്പോൾ ഇങ്ങനെ വരും: 1/1 മൈനസ് 1/zൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/z പ്ലസ് 1/zൻ്റെ സ്ക്വയർ പ്ലസ് 1/zൻ്റെ ക്യൂബ് എക്സെട്ര എന്ന് വരും. എക്സ്പാൻഷൻ വരണമെങ്കിൽ 1/zൻ്റെ മോഡുലസ് ലെസ് ദാൻ 1 ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് വേണം സീരീസ് എക്സ്പാൻഷൻ എഴുതി തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇനി സീരീസ് എക്സ്പാൻഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിംഗുലാർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സിംഗുലാർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ അനലറ്റിക് അല്ലാത്ത പോയിൻറ്റ്സിനെയാണ് സിംഗുലാർ പോയിൻറ്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുക്കുക. എന്നിട്ട് സെഡിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ സിംഗുലാർ പോയിൻറ്റ്സ് വരുന്നത് 0ഉം -1ഉം 2ഉം ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 3 പോയിൻറ്റ്സിനെയും ഓരോരോ സർക്കിൾസിൻ്റെ ഉള്ളിലാക്കി മാറ്റണം നമുക്ക്. അപ്പോൾ 0 ഉൾപ്പെടുന്ന ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് -1ഉം 2ഉം ഉണ്ടാവാൻ പാടില്ല. അതുമാതിരി -1 ഉൾപ്പെടുന്ന ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വേറെ സിംഗുലാർ പോയിൻറ്റ്സ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുക്കുന്ന 3 റീജിയൻ എന്ന് പറഞ്ഞാൽ 0 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ ഫസ്റ്റത്തെ റീജിയൻ എടുത്തു. ആ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ 0 മുതൽ 1 റേഡിയസ് ആവുന്ന വരെയുള്ള സർക്കിൾ. അതിൻ്റെ ഉള്ളിൽ 0 മാത്രമല്ലേ ഉള്ളൂ, വേറെ പോയിൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ. ഇനി 1 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ അതിനകത്ത് -1 അതിനകത്ത് വരുന്നുണ്ട്, പക്ഷേ 2 അതിനകത്ത് വരത്തില്ല. കാരണം എന്താ, 2 എന്ന് പറയുന്നത് ആ ബൗണ്ടറിക്കകത്തുള്ളതല്ലേ, അല്ലാതെ എന്താ പറയുക സർക്കിളിൻ്റെ ഉള്ളിലല്ലല്ലോ. അപ്പോൾ ഈക്വൽ ടു 2 എന്നായിരുന്നെങ്കിൽ 2 ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. ഇതിപ്പോൾ അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ -1ഉം അതിനകത്തുണ്ട് 2ഉം അതിനകത്തുണ്ടെന്ന് പറയാം. ഇത് സ്ട്രിക്ട്ലി ലെസ് ദാൻ എടുക്കുമ്പോൾ ഒറ്റ പോയിൻറ്റ്സും അതിനകത്തില്ല, ആകെ ഒരെണ്ണം മാത്രം ഇൻക്ലൂഡഡ് ആണ്. ഏത് മാത്രം? 1 മാത്രം ഇൻക്ലൂഡഡ് ആയിരിക്കും. സർക്കിൾ മാത്രം എടുക്കുകയാണ് ഇല്ല 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ടെങ്കിൽ 1ഉം കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സിംഗുലാർ പോയിൻറ്റ്സ് ഒന്നും എടുക്കുന്നില്ല, സിംഗുലാർ പോയിൻറ്റ്സ് ഒഴിവാക്കിയിട്ടുള്ള 3 റീജിയൻസാണ് എടുക്കുന്നത്. ആദ്യത്തേത് 0 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 1, അതിനകത്ത് 0യും ഇല്ല 1ഉം ഇല്ല 2ഉം ഇല്ല, പക്ഷേ ഒരു ഈക്വൽ ടു അതിൻ്റെ കൂടെ 0 കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി രണ്ടും ഇല്ലാതെ ഒറ്റ പോയിൻറ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള, അതായത് ഒരു സിംഗുലാർ പോയിൻറ്റ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നൊരു സർക്കിളായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 റീജിയൻസ് കൺസിഡർ ചെയ്തു. ആദ്യത്തെ 0 ലെസ് ദാൻ 1 മോഡ് ലെസ് ദാൻ 1, അതായത് 0 മുതൽ 1 വരെയുള്ള സർക്കിൾ. അടുത്തത് 1നും 1 റേഡിയസ് ഉള്ള സർക്കിളിനും 2 റേഡിയസ് ഉള്ള സർക്കിളിനും ഇടയ്ക്കുള്ള റീജിയൻ. പിന്നെ 2 മുതൽ ഇൻഫിനിറ്റി റേഡിയസ് വരുന്ന സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സ് എല്ലാം. അപ്പോൾ എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സീരീസ് എക്സ്പാൻഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റീജിയൻ സെലക്ട് ചെയ്യൽ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനെ ഈ ഒരു റീജിയൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സിംപ്ലിഫിക്കേഷനാണ്. സിംപ്ലിഫൈ നമ്മളിപ്പോൾ ചെയ്യുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഫംഗ്ഷനെ a/z പ്ലസ് b/2 മൈനസ് z പ്ലസ് c/c1 പ്ലസ് z എന്ന് കൊടുത്തിട്ട് എയും ബിയും സിയും കണ്ടുപിടിക്കാം. അപ്പോൾ എയും ബിയും സിയും a6ഉം b2ഉം c-4ഉം കിട്ടും. അപ്പോൾ എഫ് ഓഫ് സെഡിന് അതിൻ്റെ ടേംസിലേക്ക് എടുത്തതിന് ശേഷം ആദ്യത്തെ റീജിയനിലുള്ള സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യത്തെ റീജിയൻ ഞാൻ കൺസിഡർ ചെയ്തു. ആദ്യത്തെ റീജിയൻ ഏതാ? 0 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 1 എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി മോഡ് സെഡ് ലെസ് ദാൻ 1 എന്നൊരു ടേം കണ്ടോ? മോഡ് സെഡ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ ടേം കിട്ടിയിട്ടുണ്ടെങ്കിൽ സെഡിൻ്റെ ടേംസിലാണ് നമുക്ക് പവേഴ്സ് വരേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ 1/1 പ്ലസ് സെഡോ 1/1 മൈനസ് സെഡോ ഈ ഒരു ഫോമാറ്റിലേക്ക് നമ്മുടെ ഈ 3 ടേംസിനെയും കൊണ്ടുവരാൻ നോക്കണം. അപ്പോൾ 6/z ഓൾറെഡി സെഡിൻ്റെ ടേംസിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ നിങ്ങളൊന്നും ചെയ്യണ്ട. ഇനി രണ്ടാമത് 2/2 മൈനസ് സെഡ്.
അപ്പോൾ അതിന് 1 - z ഫോംസിൽ കൊണ്ടുവരണമെങ്കിൽ 2 കോമൺ ആയിട്ട് പുറത്തെടുക്കണ്ടേ. അപ്പോൾ അതിൽ നിന്ന് 2 കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇനി അടുത്തത് ഓൾറെഡി -4/1 + z ടേംസിലാണ്. ഓൾറെഡി 1/1 + z പോലെ തന്നെയല്ലേ കിടക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊന്നും കോമൺ ആയിട്ട് പുറത്തെടുക്കണ്ട. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? 6/z അതുപോലെ തന്നെ എഴുതി, 2ഉം 2ഉം വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി 1/1 - z/2 കിട്ടി, -4/1 + z കിട്ടി. പിന്നെ 6/z എക്സ്പാൻഷൻ ഒന്നുമില്ല, 6/z മാത്രമാണ് എഴുതേണ്ടത്. രണ്ടാമത്തത് 1/1 - z/2 എക്സ്പാൻഷൻ, 1/1 - z എക്സ്പാൻഷനിൽ z സ്ഥാനത്ത് z/2 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് 1/1 - z എക്സ്പാൻഷൻ. രണ്ടാമത്തെ അതിൽ z സ്ഥാനത്ത് z/2 ഇട്ട് കൊടുക്കുമ്പോൾ 1/1 - z/2 എക്സ്പാൻഷൻ കിട്ടി. -4 × 1/1 + z ഓൾറെഡി ഉണ്ട്, അതിൻ്റെ എക്സ്പാൻഷൻ എഴുതി വെക്കണം. എന്നിട്ട് എക്സ്പാൻഡ് ചെയ്ത z/2 ടേംസും z ടേംസും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ സിംപ്ലിഫിക്കേഷന് ശേഷം f(z) ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓൺ C1 കിട്ടുന്നത് -3 + 9/2z -15/4z² + 6/z. ഈ 6/z ലാസ്റ്റത്തേക്കൊന്നും എഴുതുന്നുള്ളൂ, ഇത് ആദ്യം എഴുതിയാലും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഒന്നാമത്തെ റീജിയനിലെ സീരീസ് എക്സ്പാൻഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ റീജിയൻ എന്ന് പറഞ്ഞാൽ 1 mod z 2 അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്കെല്ലാം മോഡ് സെഡിൻ്റെ പവേഴ്സിൽ അല്ലെങ്കിൽ 1/z പവേഴ്സിലാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 സെക്ഷൻ യൂസ് ചെയ്യണം. ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ 1 mod z, രണ്ടാമത്തത് mod z 2. അപ്പോൾ ഇനി 1 mod z എന്ന് പറഞ്ഞ സീരീസ് ടേമാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അതിനെ <1 ആക്കണമെങ്കിൽ z ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ 1 mod z സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ <1 ഫോമാറ്റിലേക്ക് മാറ്റുമ്പോൾ 1/mod z <1 എന്നാണ് കിട്ടുക. അപ്പോൾ ഈ നമുക്ക് തന്നിട്ടുള്ള f(z) ഏതോ ഒരു ടേമിൽ നിന്ന് എനിക്ക് z കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് അതിനെ 1/z എക്സ്പാൻഷൻ കൊണ്ടുവരണം അവിടെ. അതുപോലെ തന്നെ mod z <2 എന്ന് പറഞ്ഞ ടേമിൽ നിന്ന് കിട്ടുന്നത് അത് <1 ആക്കി മാറ്റാൻ 2 ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കണം. അതായത് mod(z/2 <1) എന്ന് കിട്ടും. അതുപോലെ തന്നെ അല്ലെങ്കിൽ തൊട്ട് മുൻപ് പറഞ്ഞ പോലെ തന്നെ സീരീസ് എക്സ്പാൻഷൻ എഴുതുമ്പോൾ ഏതോ ഒരു ടേമിൽ 2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ മാത്രമേ z/2 അവിടെ വരത്തുള്ളൂ. എന്നിട്ട് വേണം z/2 പവേഴ്സിൽ എഴുതാൻ. അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക, ചെറിയ ചെറിയ സിംപ്ലിഫിക്കേഷൻസ് നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ ഐഡിയാസ് നോക്കിയിട്ട് വേണം എങ്ങനെയായിരിക്കും സീരീസ് എക്സ്പാൻഷൻ വരാൻ പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ഫംഗ്ഷനിലേക്ക് തിരിച്ചു വരാം. f(z) = 6/z + 2/2 - z + -4/1 + z നമ്മുടെ സീരീസ് എഴുതി, നമ്മുടെ ഫംഗ്ഷൻ എഴുതി. ഇനി ആദ്യത്തേത് 1/z <1 എന്നല്ലേ, അപ്പോൾ രണ്ടാമത്തേത് z/2 <1. ഇനി z/2 കിട്ടണമെങ്കിൽ എന്തായാലും മൂന്നാമത്തെ ടേമിൽ 2 ഒന്നും കാണുന്നില്ല, രണ്ടാമത്തെ ടേമിൽ മാത്രമാണ് ഒരു 2 കാണുന്നത്. അപ്പോൾ അതിനകത്തൊരു z/2 കൊണ്ടുവരണമെങ്കിൽ 2 കോമൺ ആയിട്ട് പുറത്തെടുക്കണം. ആദ്യത്തെ പിന്നെ 6/z ഓൾറെഡി അവിടെ ഉണ്ട്, അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അതിനകത്തത് 2 ഒന്നും ഇല്ലല്ലോ. 2 കാരണം 1/z <1 എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. അപ്പോൾ 6/z എനിക്ക് 6 × 1/z എന്ന് എഴുതിയാലും അതിനകത്തൊരു 1/z വരുന്നുണ്ട്. അപ്പോൾ അതിന് ഇനി പ്രത്യേകിച്ച് മാറ്റം വരുത്തണ്ട. പിന്നെ ലാസ്റ്റത്തെ കാണുന്ന ടേം അതിനകത്തുനിന്ന് മാത്രമാണ് ഇനി 1/z ഫോമാറ്റിലേക്ക് കൊണ്ടുവരാനുള്ളത്. അപ്പോൾ അവിടെ ഒരു 1/z വരുത്തണമെങ്കിൽ ഡിനോമിനേറ്ററിൽ നിന്ന് z കോമൺ ആയിട്ട് പുറത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യത്തെ ടേം അതുപോലെ തന്നെ എഴുതി, രണ്ടാമത്തെ ടേമിൽ നിന്ന് 2 പുറത്തെടുത്തു, മൂന്നാമത്തെ ടേമിൽ നിന്ന് z പുറത്തെടുത്തു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിയെന്ന് നോക്കിയേ. 6/z ഒരു 1/z ഉണ്ട്, രണ്ടാമത്തെ ടേമിൽ നിന്ന് 2 പുറത്തെടുത്തപ്പോൾ അതിനകത്തൊരു z/2 വന്നു, മൂന്നാമത്തെ ടേമിൽ നിന്ന് z പുറത്തെടുത്തപ്പോൾ അവിടെ ഒരു 1/z വന്നു. അപ്പോൾ ഇനി സീരീസ് എക്സ്പാൻഷൻ കൊടുക്കാം. രണ്ടാമത്തെ ടേമിൽ 1/1 - z/2 സീരീസ് എക്സ്പാൻഷൻ, മൂന്നാമത്തെ ടേമിൽ 1/1 + 1/z സീരീസ് എക്സ്പാൻഷൻ. അതെങ്ങനെ എഴുതുന്നത്? 1/1 + z സീരീസ് എക്സ്പാൻഷനിൽ z സ്ഥാനത്തൊക്കെ 1/z കൊടുത്താൽ മതി. രണ്ടാമത്തെ എങ്ങനെ എഴുതുന്നത്? 1/1 - z സീരീസ് എക്സ്പാൻഷനിൽ z സ്ഥാനത്തൊക്കെ z/2 കൊടുക്കാം. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ആ C2 എന്ന് പറഞ്ഞ റീജിയനകത്തുള്ള സീരീസ് എക്സ്പാൻഷൻ, ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ നമുക്ക് കിട്ടും. അതാണ് അടിയിൽ വരച്ചിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. ഇനി C3 എന്ന് പറഞ്ഞ ഏരിയ ഏതാ? mod z > 2. അതിനെങ്ങനെ <1 ആക്കും? ഈ mod z ഈ സെഡിനെ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ പോരെ. അപ്പോൾ എന്തെന്ന് വരും? mod z > 2 എനിക്ക്
2 ലെസ് ദാൻ മോഡ് സെഡ് എന്ന് എഴുതാൻ പറ്റും. എന്നിട്ട് മോഡ് സെഡിന് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ 2 മോഡ് സെഡ് ലെസ് ദാൻ 1 എന്ന് വരും. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ, എല്ലാത്തിനെയും നമുക്ക് ബൈ സെഡിൻ്റെ ഫോമാറ്റിലേക്ക് കൊണ്ടുവരണം. അതായത് എവിടെയൊക്കെയോ എനിക്ക് 1/z സീരീസ് എക്സ്പാൻഷനിലാണ് ഇത് എഴുതേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടി. എങ്ങനെയാണ് വന്നത്, നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. ആകെ നമുക്ക് കിട്ടിയിട്ടുള്ള ഹിൻറ്റ് എന്ന് പറഞ്ഞാൽ മോഡുലസ് 2/z ലെസ് ദാൻ 1 എന്നാണ്. അതിന് മീനിങ് എന്താ, സീരീസ് എല്ലാം വരേണ്ടത് 1/z ഫോമാറ്റിലാണ്. അപ്പോൾ ആദ്യം തന്നെ ഫംഗ്ഷൻ ഒന്നുകൂടി ഇറക്കിയത് 6/z ഒരു 1/z ഉണ്ട്. അപ്പോൾ അതിനൊന്നും ചെയ്യണ്ട. രണ്ടാമത്തത് 2 - z ഒരു ബൈ സെഡ് കൊണ്ടുവരണമെങ്കിൽ സെഡ് കോമൺ ഇട്ട് പുറത്തെടുക്കണം. ഇനി നമുക്ക് ഉള്ള ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 1/1 + z അല്ലെങ്കിൽ 1/1 - z. അപ്പോൾ അത് കൊണ്ടുവരണമെങ്കിൽ മൈനസ് കൂടെ പുറത്തെടുത്താൽ പറ്റുള്ളൂ. ഇപ്പോൾ -z കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇനി മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് 1/1 + z എന്നാണ് കിടക്കുന്നത്. ഇതിനെ നമുക്ക് ഡയറക്റ്റ് എക്സ്പാൻഷൻ എഴുതാം. പക്ഷേ എക്സ്പാൻഷൻ എങ്ങനെയാണ് വരിക, സെഡിൻ്റെ പവേഴ്സിലാണ് വരിക. നമുക്ക് സെഡിൻ്റെ പവേഴ്സിലല്ല വേണ്ടത്, 1/z പവേഴ്സിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയാണെന്ന് പറഞ്ഞത്, കാരണം 1/z ലെസ് ദാൻ 1 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2/z ലെസ് ദാൻ 1 എന്ന് കിട്ടിയാലും കുഴപ്പമില്ല, 1/z പവേഴ്സിലായാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ബൈ സെഡിൻ്റെ പവേഴ്സിലാണ് വേണ്ടത്. അപ്പോൾ അത് അവിടെ നിന്ന് നമ്മൾ എന്ത് കോമൺ ആയിട്ട് പുറത്തെടുക്കണം, സെഡ് തന്നെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. അതിനുശേഷം സാധാരണ സീരീസ് എക്സ്പാൻഷൻ എഴുതുക. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ -12/z³ ഇൻറ്റു 1 + 1/z + 3/z² + 5/z³ + 6 ആണ് സീരീസ് എക്സ്പാൻഷൻ കിട്ടും. അപ്പം ഇങ്ങനെയാണ് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതുന്നത്. ഇനിയുള്ളത് റെഗുലർ പോയിൻ്റ്. ഇപ്പോൾ സിംഗുലാർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് പറഞ്ഞത്, ഒരു ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സിനെയാണ് സിംഗുലാർ പോയിൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതുമാതിരി അനലിറ്റിക് ആയിട്ടുള്ള പോയിൻറ്റ്സിനെയാണ് റെഗുലർ പോയിൻറ്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ റെഗുലർ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റെഗുലർ പോയിൻറ്റ്സ് ഉള്ള സമയത്ത് ഈ ലോറൻസ് സീരീസ് എക്സ്പാൻഷനകത്ത് ബി പാർട്ടൊന്നും ഉണ്ടാവില്ല. ബി പാർട്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പവേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ B1/z - z0 + B2/z - z0 ക്യൂബ് + എക്സെട്ര അങ്ങനത്തെ ടേംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ബീസും അങ്ങനെയുള്ളത് 0 ആണെങ്കിൽ, ആ ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ 0 ആണെങ്കിൽ ആ z0 എന്ന് പറഞ്ഞ പോയിൻറ്റിനെയാണ് റെഗുലർ പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഇങ്ങനെയുള്ള സിംഗുലാർ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പം അതായത് ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ്, അത് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതി കഴിയുമ്പോൾ ഫൈനൈറ്റ് നമ്പറേ ഉള്ളൂ എന്ന് വെച്ചോ. അതായത് ഇപ്പോൾ 10 അല്ലെങ്കിൽ 2 3 ഒക്കെ ഉള്ളതെന്ന് വെച്ചോ. അങ്ങനെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് ഉള്ളതെങ്കിൽ, അതായത് B1/z - z0 + B2/z - z0 സ്ക്വയർ, അങ്ങനെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു B5 വരെ ഉള്ളൂ എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ z0 എന്ന് പറഞ്ഞ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോള്. ഇപ്പോൾ B5/z - z0 5 വരെയാണ് ഉള്ളതെങ്കിൽ അതിനെ പോൾ ഓഫ് ഓർഡർ 5 എന്ന് പറയും. B1/z - z0 മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോൾ ഓഫ് ഓർഡർ 1 അല്ലെങ്കിൽ സിമ്പിൾ പോൾ എന്ന് വിളിക്കും. ഇപ്പോൾ ആദ്യം 10 ടേം ഉള്ളെങ്കിൽ പോൾ ഓഫ് ഓർഡർ 10 എന്ന് പറയും. ഇനി എസെൻഷ്യൽ സിംഗുലാരിറ്റി, 0 അല്ലാതെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് നമുക്കുണ്ടെന്ന് വിചാരിച്ചോ. സീരീസ് എക്സ്പാൻഷൻ എഴുതിയപ്പോൾ, ഏത് സീരീസ് എക്സ്പാൻഷൻ, ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതിയപ്പോൾ 0 അല്ലാതെ ഇഷ്ടംപോലെ ടേംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സിംഗുലാർ പോയിൻറ്റ്സിനെയാണ് എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് വിളിക്കുക. ഇനി റെസിഡ്യൂ ഞാൻ ആദ്യമേ പറഞ്ഞു, 1/z - z0 കോഎഫിഷ്യൻറ്റിനെയാണ് റെസിഡ്യൂ എന്ന് വിളിക്കുന്നത്. റെസിഡ്യൂ ചിലപ്പോൾ 0 ആവാം, അതായത് ഒറ്റ ടേമും ഇല്ലാതിരിക്കാം. നമുക്ക് തന്നിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് റെഗുലർ പോയിൻ്റ് ആണെങ്കിൽ അതിന് റെസിഡ്യൂ എപ്പോഴും 0 ആയിരിക്കും. പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി റെസിഡ്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഇപ്പം അതിനകത്ത് ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നതാണ് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതാം, എന്നിട്ട് 1/z - z0 കോഎഫിഷ്യൻ്റ് എത്രയാണെന്ന് നോക്കുക. അത് എത്രയാണെന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ റെസിഡ്യൂ കിട്ടും. അതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. പിന്നെ പക്ഷേ ഇത് സിമ്പിളസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനേഷൻ വെച്ചിട്ടുള്ള സിംപ്ലിസിറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ. ചില സമയത്ത് നമുക്ക് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ കേസുകളിൽ സിമ്പിൾ മെത്തേഡ് വെച്ചിട്ട് റെസിഡ്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി റെസിഡ്യൂ എന്തിനാണ് കണ്ടുപിടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ്റഗ്രലൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് റെസിഡ്യൂ യൂസ് ചെയ്തിട്ട് നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല സിംപ്ലിഫൈ ചെയ്ത് പെട്ടെന്ന് 1-2 സ്റ്റെപ്പിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും.
ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റെസിഡ്യൂ ഓഫ് ഇ റേസ് ടു സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 0. അപ്പോൾ ആദ്യം തന്നെ ഇ റേസ് ടു സെഡിൻ്റെ ടേലർ സീരീസ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ മക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതണം. അപ്പോൾ ഇ റേസ് ടു സെഡിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 1 + z + z² / 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതിനകത്ത് 1/z എന്ന് പറഞ്ഞ ടേം ഇല്ലല്ലോ, അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് 0 അല്ലേ. ദെർഫോർ റെസിഡ്യൂ ഇസ് 0. അടുത്ത് ഫൈൻഡ് ദ റെസിഡ്യൂ ഓഫ് ഇ റേസ് ടു സെഡ് ബൈ z³ അറ്റ് സെഡ് ഈക്വൽ ടു 0. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ആദ്യം തന്നെ ഇ റേസ് ടു സെഡിൻ്റെ എക്സ്പാൻഷൻ എഴുതി, അതിനുശേഷം ഇ റേസ് ടു സെഡ് ബൈ z³ എന്താണെന്ന് എഴുതി. ഇ റേസ് ടു സെഡിൻ്റെ എക്സ്പാൻഷൻ 1 + z + z² / 2 ഫാക്ടോറിയൽ പ്ലസ് z³ / 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇ റേസ് ടു സെഡ് ബൈ z³ വരുമ്പോൾ എല്ലാത്തിനും കൂടെ ബൈ z³ കൊടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. എന്നിട്ട് 1/z കോഎഫിഷ്യൻ്റ് എന്താണെന്ന് നോക്കുക. 1/z കോഎഫിഷ്യൻ്റ് എന്താ? 1/2 ഫാക്ടോറിയൽ. അപ്പോൾ റെസിഡ്യൂ അറ്റ് സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്ത് വരും? 1/2 ഫാക്ടോറിയൽ വരും. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സിംഗുലാരിറ്റി ഓഫ് ഇ റേസ് ടു 1/z അറ്റ് സെഡ് ഈക്വൽ ടു 0. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഇ റേസ് ടു സെഡിൻ്റെ എക്സ്പാൻഷൻ എഴുതി, എന്നിട്ട് സെഡിൻ്റെ സ്ഥാനത്തൊക്കെ 1/z കൊടുക്കുമ്പോൾ ഇ റേസ് ടു 1/z എക്സ്പാൻഷൻ കിട്ടും. ഇനി നോക്കിക്കേ, ഇതിൻ്റെ സിംഗുലാർ പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞപ്പോൾ എക്സ്പാൻഷൻ എഴുതി കഴിഞ്ഞപ്പോൾ 1 + 1/z + 1/2 ഫാക്ടോറിയൽ × 1/z² + 1/3 ഫാക്ടോറിയൽ × 1/z³ + എക്സെട്ര എന്ന് പറഞ്ഞ് കിട്ടി. ഇതൊരിക്കലും അവസാനിക്കുന്നില്ലല്ലോ, ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കില്ലേ. 1/z⁴ വരും, 1/z⁵ വരും, അങ്ങനെ എല്ലാം വരും. അതായത് സെഡിൻ്റെ നെഗറ്റീവ് പവേഴ്സ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്, 0 അല്ലാതെ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിൻ്റ് ഒരു എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണെന്ന് പറയാം. ഇനി അതിൻ്റെ റെസിഡ്യൂ കണ്ടുപിടിക്കാം. റെസിഡ്യൂ എന്ന് പറയുന്നത് 1/z കോഎഫിഷ്യൻ്റ്. 1/z കോഎഫിഷ്യൻ്റ് അവിടെ എത്രയാണ്? 1 അല്ലേ. ദെർഫോർ റെസിഡ്യൂ ഇസ് 1. ഇനി റെസിഡ്യൂ വെച്ചിട്ട് എങ്ങനെയാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയ്ക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം.